കൂലി കണ്ടു, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കൂലിയുടെ കാര്യങ്ങളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുമ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു പരിപാടി പരിചയപ്പെടുത്തി തരാം. ഈ എഡിറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇന്ത്യയിലുള്ള ടോപ്പ് റിയാക്ഷൻ യൂട്യൂബേഴ്സിന്റെ സ്റ്റൈലിലുള്ള എഡിറ്റിങ്ങും ഈ ഗെയിമിംഗ് സ്റ്റൈലിലുള്ള എഡിറ്റിങ്ങും ഈ ഡോക്യുമെന്ററി സ്റ്റൈലും സിനിമാറ്റിക് സ്റ്റൈലും ഈ കാർ എഡിറ്റ്സും ഈ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ ജനറേഷനും കാർട്ടൂൺ ആനിമേഷനും ഇതിൻ്റെ സോഫ്റ്റ്വെയർസും പ്ലഗിൻസും ഇതിൻ്റെ സൗണ്ട് ഇഫക്ട്സും ദെൻ ബ്രൂട്ടോ യൂസ് ചെയ്യുന്ന ഒരു മീമിൻ്റെ പാക്കേജും ഇതെല്ലാം അടങ്ങുന്ന ഒരു കോഴ്സാണ്. ആൻഡ് ഇതിനെല്ലാത്തിനും കൂടി വെറും $499 ചാർജ് ചെയ്യുന്നുള്ളൂ. അതും വൺ ടൈം പേയ്മെൻറ്റും ലൈഫ് ടൈം ആക്സസും ഉണ്ട്. സോ എഡിറ്റിംഗ് പഠിക്കാൻ ഇതിൽ നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലാന്ന് തോന്നുന്നു. ഞാനും എടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. സോ താല്പര്യമുള്ളവർക്ക് ഈ ബ്രൂട്ട് എഫക്ട് എന്ന് പറഞ്ഞ കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കും. സോ കൂലി എങ്ങനെ ഉണ്ടായിരുന്നു ഒറ്റ വാക്കിൽ ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടില്ല, തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പേഴ്സണലി പറയുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദി വീക്കസ്റ്റ് മൂവി ഇൻ ലോക്കീസ് സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ ലോക്കിയുടെ ഫിലിമോഗ്രഫി എന്ന് പറയും. കാരണം അത്ര വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിലൊന്നുമില്ല. ഇതൊരു സാധാരണ ഭയങ്കര ക്ലീഷേഡ് ആയിട്ടുള്ളൊരു റിവെഞ്ച് സ്റ്റോറിയാണ് ഈ പടത്തിൽ. അതിൽ പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് മറ്റു പടങ്ങളിലൊക്കെ തന്നെ. അല്ലെങ്കിൽ രജനീസം എന്നൊരു സംഭവം വരുമ്പോൾ നമ്മൾ ഈ സ്റ്റോറി ലൈനൊക്കെ മറക്കും. നമ്മളൊരു പടം ഫുൾഫിൽഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ പടം അങ്ങനെ ഒരു ഒന്നും ഈ പടത്തിൽ എനിക്ക് എവിടെയും കിട്ടിയില്ല. ഒരു ഓറ ഉണ്ടല്ലോ, ഒരു രജനീൻ്റെ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി അത് എവിടെ ഈ പടത്തിലില്ല. ഈവൻ മൂപ്പരെ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ട് മുതൽ സിനിമ കഴിയുന്നത് വരെ എങ്ങോട്ടോ പടം പോകുന്നുണ്ട്, എന്തൊക്കെയോ കാണിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ പിന്നെ ഒരു സ്റ്റോറി ലൈൻ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് ഇല്ലാതെയോ ഒരു ഇന്ന പോയിന്റിലേക്കാണെന്ന് പോകുന്നതോ ഒരു പിടുത്തമില്ലാതെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി ലൈൻ എന്താണെന്ന് ഒരാളോട് ഇപ്പോൾ എനിക്കിതിൻ്റെ ഒരു വൺ ലൈൻ പറയാൻ പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല. കാരണം ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ ചെയ്തു പോയ പോലെയാണ്. കാരണം ഒരുപാട് ക്യാമിയോ ഉണ്ട്. ഇതൊരു നോർമൽ പടത്തിനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ആക്കണം എന്ന് പറഞ്ഞ് കുത്തിക്കയറ്റി വെച്ചിട്ടുള്ള കുറേ ക്യാമിയോസാണ്. സോ അവർക്കൊന്നും ഇതിൽ ഈ ഒരു കഥാഗതിയിൽ യാതൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കുറേ ക്യാരക്ടർ. പക്ഷേ അവരുടെയൊക്കെ സ്വാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പടത്തിലായിപ്പോയി ഇങ്ങനെ ഇതിൻ്റെ സ്റ്റോറിയിൽ ഇങ്ങനെ ഭയങ്കര ഫ്ലാറ്റായി പോകുന്നത് കൊണ്ട് ആര് വന്നാലും ഒരു എനർജി ഇല്ലാത്ത ഭയങ്കര ഫ്ലാറ്റായിട്ടുള്ളൊരു പടം. ഇതിൻ്റെ ഗ്രാഫ് ഒരിക്കലും പൊങ്ങ താഴെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതിന് മുമ്പ് പുറത്തിറങ്ങിയ വേട്ടേനല്ല, ഇപ്പോൾ പേട്ടയോ അല്ലെങ്കിൽ ജയിലറോ അങ്ങനത്തെ രജനി പടങ്ങളൊക്കെ തന്നെ ഒരു ഗ്രാഫിൻ്റെ പീക്കുണ്ട്. അങ്ങനെ കയറി ഇറങ്ങി പോകുന്നത് കൊണ്ട് നമുക്ക് പല സമയത്ത് ഒരു ഹൈ മൊമെൻറ്റ് ഓരോ എലിവേഷൻ സാധനങ്ങൾ നമുക്ക് തരും. ഇപ്പോൾ ഈവൺ ലൊക്കേഷൻ തന്നെ ഈ മുൻ സിനിമകളായ ഇപ്പോൾ കൈദിയിലും മാസ്റ്ററിലും വിക്രത്തിലും ലിയോയിലും ഒക്കെ തന്നെ ഈ ഗ്രാഫ് നമ്മൾ കണ്ടതാണ്. ഇതിലങ്ങനെ എവിടെയുമില്ല. എനിക്കൊരു ഈ സിനിമയിൽ ഒരു പോയിന്റ് ഒരു സീനൊന്നും ആലോചിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഈ ലോക്കി പടങ്ങളിൽ പല സീക്വൻസുകളും അല്ലെങ്കിൽ പല സീനുകളും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫുൾ ലെങ്ത് ഒരു 2.25 മണിക്കൂർ പടം കണ്ടിട്ട് കൂലിപ്പടത്തിൽ ഒരു സീൻ പറയാൻ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അത്ര പോലും മനസ്സിൽ രജിസ്റ്റർ ആവാത്ത രീതിയിൽ ഭയങ്കര സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ടാണ് ഈ സാധനം പോകുന്നത്. ഭയങ്കര ബ്ലാങ്ക് ആയിട്ട്. ഇതിനാണ് ഇത്ര ഹൈപ്പ് കൊടുത്തത് നമുക്ക് പലപ്പോഴും തോന്നും. ഈ അമീർ ഖാനൊക്കെ എന്ത് തേങ്ങാപ്പിണ്ണാക്കിനാണ് ഈ പടത്തിൽ പിടിച്ചിട്ടൊന്നും ഒരു പിടുത്തമില്ല. മൂപ്പര് 10 ദിവസം ഇത് കേട്ട് അല്ലെങ്കിൽ 10 വട്ടം ഇതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് അത്രയും വട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് മൂപ്പര് ഈ സാധനം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഈ 2 മിനിറ്റിന് അതിൽ ഒന്നുമില്ല. ചങ്ങായിക്ക് രണ്ട് ഡയലോഗുള്ളൂ. അങ്ങനെ ഒരാളുടെ പടത്തിലൊരു ആവശ്യമില്ല. വെറുതെ കുത്തിക്കയറ്റിയൊരു സാധനം, വെറുതെ പറഞ്ഞാൽ വൻ അനാവശ്യമായിട്ട്. ഇപ്പോൾ ആകെ എനിക്ക് സിനിമയിൽ കുറച്ച് ഒരു സംസാരം അല്ലെങ്കിൽ ഡയലോഗ് ഇല്ലെങ്കിലും കുറച്ച് ഒരു സ്വാഗായിട്ട് തോന്നി. ഇത് ഉപേന്ദ്രയുടെ ക്യാരക്ടറാണ്. ആൾ വന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു ഫീലുണ്ട്. ചെറിയ ഗ്ലിംസ് ആയിട്ട് അവിടെ ഒക്കെ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ഈവൻ രജനീകാന്ത് ഫ്രണ്ടിൽ നിൽക്കും, ബാക്കിൽ എവിടെയാണ് ഒരു മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നതിനും ബാക്കിലാണ് മൂപ്പര് സ്ക്രീനിൽ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ആൾ വന്ന് ഇടയ്ക്കിറക്കിയ 2 സീക്വൻസിൽ മാത്രം ചെറിയൊരു ഓറ അവിടെ കിട്ടി. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കുറേ പൊട്ടൻഷ്യലാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. രജനീസ് എവിടെയും കാണാൻ പറ്റാത്ത ഒരു രജനി പടമായിപ്പോയി. അതുകൊണ്ട് തന്നെ കൂലി എന്നെ സംബന്ധിച്ച് വളരെ വളരെ വീക്കായിട്ടുള്ളൊരു പടം. ഒരു മൾട്ടിപ്പിൾ വാച്ച് നല്ല ഒരു വട്ടം തന്നെ നമ്മൾ സെക്കൻഡ് ഹാഫൊക്കെ ഇങ്ങനെ വലിപ്പിച്ചിട്ട്, അതായത് ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇല്ല ഈ പടത്തിൽ. ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരു ടാർഗറ്റ് ഇല്ല. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു ബ്ലാങ്ക് സ്ക്രിപ്റ്റ് വെച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ എഴുതി വെച്ച പോലെ തോന്നി. രജനീകാന്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചെയ്തു വെച്ച പോലെ നമുക്കൊരു തട്ടിക്കൂട്ട് സാധനമായിട്ട് ഫീൽ ചെയ്തു. ലോക്കി പടം എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നേച്ചർ സാധനം ഈ പടത്തിൽ എവിടെയില്ല. ഒരു ടച്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. ചില സാധനങ്ങൾ നമുക്കിപ്പോൾ ഓക്കെ ഈ സാധനം ഈ ഷോട്ട് അല്ലെങ്കിൽ ഇത് ലോക്കിയുടെ പണ്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സാധനം ഇതിൽ വെറുതെ മൂപ്പരൊരു ടെംപ്ലേറ്റ് ആയിട്ട് മൂപ്പർ തന്നെ കരുതി കുറേ സാധനങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എനിക്കറിയില്ല, ഈ പഴയ റിട്രോ സോങ്ങുകളൊക്കെ
സിനിമയിൽ യാതൊരു പ്ലേസ്മെൻറ്റും ഇല്ല, സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വെറുതെ അനാവശ്യമായിട്ടുള്ള സീക്വൻസ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്ത് അത് കുത്തി നിറച്ച് എങ്ങനെയുണ്ടാവും. ഇങ്ങനെയാണ് ഈ സിനിമയിൽ എൻ്റെ അറിയിൽ തോന്നിയിട്ടുണ്ട്. LCU തേങ്ങയൊന്നുമല്ല, അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസുകളൊക്കെ വെച്ച് കുറച്ചും കൂടി അലമ്പാക്കിയിട്ടുണ്ടാവും. സോ LCUവിലല്ലാത്തൊരു സ്റ്റാൻഡ് അലോൺ പടമാണെന്ന് ഓൾറെഡി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടം കാണുമ്പോൾ നമുക്ക് വ്യക്തമാണ് അങ്ങനത്തെ യാതൊരു ബന്ധവുമില്ല. ആൻഡ് വേറൊരു കാര്യം, ഇത് ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ട് നിർത്തുമെന്നായിരുന്നു എനിക്ക് അവസാനം ഇപ്പോൾ പേടി. എന്തായാലും അത് സംഭവിച്ചില്ല, അതും വലിയ കാര്യം. അപ്പോൾ ഈ പടത്തിൻ്റെ ഒരു മെയിൻ നെഗറ്റീവായിട്ട് തോന്നിയത് എനിക്ക് ഇതിൻ്റെ സ്റ്റോറി ലൈനാണ്. ഇത്ര കൂറ സ്ക്രിപ്റ്റാണ് ഇവർ, എന്താ പറയുക, ഇതിന് ഈ ഡ്രാഫ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിലൊന്നുമില്ല. ഇതിൽ ഒക്കെ ഇനി മേക്കിങ്ങിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങളായിരിക്കും. പക്ഷെ മേക്കിങ്ങിൽ വരുമ്പോൾ ഇതിൻ്റെ ഇമ്പ്രവൈസേഷനിലൊക്കെ കുറേ ഈ ഡബ്ബൊക്കെ വളരെ മോശം ഡബ്ബ് എന്ന് പറഞ്ഞാൽ വളരെ മോശം ഡബ്ബ്. സിനിമയിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ അല്ലെങ്കിൽ അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡബ്ബിൽ പോയിട്ട് വേറെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടില്ല. അങ്ങനെ ഒരു ലിപ്സിങ്കും ഇല്ലാത്ത ചില പടങ്ങളൊക്കെ നമ്മളത് കാണാറുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് വരാറുണ്ട്. പക്ഷെ ഇതിൽ യാതൊരു തരത്തിലുള്ള, സിനിമയിൽ വേറെന്തോ അവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഡബ്ബ് ചെയ്ത സമയത്ത് വേറെ എന്തൊക്കെയോ ഡബ്ബ് ചെയ്ത് കയറ്റിയ പോലെ ഒരു ലിപ്സിങ്കും ഇല്ലാത്ത കുറേ സാധനങ്ങൾ ഈ സിനിമയിൽ. ഒരു ഏക പോസിറ്റീവായിട്ട് എനിക്കിതിൽ പറയാനുള്ളത് ഇതിൽ ആ ഒരു ഡി-ഏജിങ് സാധനമാണ്. അത് പെട്ട സാധനമായിരുന്നു, അത് കിട്ടില്ല. എനിക്ക് ചില ആ സീക്വൻസ് കണ്ടപ്പോൾ അത് വെച്ചിട്ട് ഇവർക്ക് ആ പടം എടുക്കായിരുന്നു. അങ്ങനെ അങ്ങനെയാണെങ്കിൽ അതെങ്കിലും കാണാനൊരു ഓറയുണ്ട്, ഒരു സ്വാഗ് ഉണ്ടായിരുന്നു ആ ഡി-ഏജിങ് സാധനം. അതിൽ പക്കയായിട്ട് വന്നിട്ട് ഇതുവരെ പല സിനിമകളിലും, ഇപ്പോൾ ഇന്ത്യൻ 2-ലും പല സിനിമകളിലും നമ്മൾ ഇതുപോലെ ഡി-ഏജിങ് സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തഗ് ലൈഫിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ ഡി-ഏജിങ് പിക്ചർ പെർഫെക്റ്റ് ആയിരുന്നു, കിട്ടില്ല. അതിപ്പോൾ ഇനി ആ റിട്രോ മോഡിലൊക്കെ ആ ഫിൽറ്ററൊക്കെ വെച്ച് കാണിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് മാത്രമാണ് ഈ ഒരു പടത്തിൽ ജസ്റ്റ് ഒരു ഓക്കേഷ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് എന്ന് പറയാം. അതും ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ അങ്ങനെ വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ. ഈ ഒരു വീക്ക് സ്ക്രിപ്റ്റ് വെച്ച് ഒരു പാൻ ഇന്ത്യൻ പടം എടുക്കണം എന്ന് പറഞ്ഞ് കുറേ പേര് അവിടെ നിന്നൊക്കെ വാരി വലിച്ചിട്ട് ഒരു അവിഞ്ഞു പോയൊരു സാധനമായിട്ടാണ് തോന്നിയത്. ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഇറ്റ്സ് വെരി സാഡ് ടു സേ ദിസ്. ഒരു ലോക്കി പടത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10-1 പോയിട്ട് 100-1 പോലും ഇല്ല. ഇതിൻ്റെ 2 ദിവസം മുമ്പ് ഐ തിങ്ക് മിനിഞ്ഞാന്ന് ഞാൻ പോയിട്ട് ഭാഷ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പോയി കണ്ടായിരുന്നു. ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരുന്നു അത് കാണേണ്ടതെന്ന് തോന്നിപ്പോയി. കാരണം ഇനിയിപ്പോൾ ആ സ്ക്രീനിൽ നിന്നൊക്കെ അത് മാറ്റിയതില്ല. ആ ഒരു പഴയ രജനീസോ അല്ലെങ്കിൽ പഴയ രജനി പടങ്ങൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഈ ലോകേഷ് പ്ലസ് രജനി കോംബോയിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഈ പടത്തിലില്ല. അതായിരുന്നു ഈ പടം, അതെങ്കിലും മതിയായിരുന്നു ഈ പടത്തിൽ. ഈ സ്റ്റോറി ലൈനിൻ്റെ കാര്യം ഒന്നും നമുക്ക് പറയണ്ട. ഈ ഡ്രഗ്സ് വെച്ചിട്ട് പറഞ്ഞാലോ LCU ആയി പോകുമെന്ന് പറഞ്ഞിട്ട് ഇവർ ഡ്രഗ്സിനെ മാറ്റി ഒരു വാച്ചും ഒരു ഇലക്ട്രിക് ചെയറും എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വാച്ച് വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഈ പടത്തിൽ. ഒരു മെയിൻ വില്ലനെ കൊല്ലുന്നത് 1/2 മണിക്കൂർ വാച്ചിൻ്റെ ക്ലിപ്പ് കെട്ടിയിട്ട് അത് വലിച്ചിട്ട് ഇങ്ങനെ കുറേ നമ്മൾ തീരെ പ്രതീക്ഷിക്കില്ലാത്ത, നമ്മളൊരു ഫാൻ ഷോ ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ അടങ്ങി നമുക്ക് സാധാരണ നമ്മൾ ഫാൻ ഷോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു എനർജിയിലാണ് നമ്മളിങ്ങനെ ഇറങ്ങി വരിക. അറ്റ്ലീസ്റ്റ് സിനിമയുടെ ഒരു ഇൻട്രോയിലെങ്കിലും ഇത് അതുപോലും ഇല്ലാത്ത, ഒരു സ്ഥലത്ത് പോലും ഒരു ഹൈ എലിവേഷൻ പോയിന്റ് ഇല്ലാത്ത, ഈവൻ സോങ്സ് ആയിക്കോട്ടെ എല്ലാം. അനിരുദ്ധ് ആമീർ ഖാൻ വരുന്ന സമയത്ത്, ബാക്കിയുള്ളതൊക്കെ പിന്നെ പോകട്ടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ആമീർ ഖാൻ വരുന്ന സമയത്ത് ഒരു സാധനം പണി വെച്ചിട്ടുണ്ട്. ഈ ബ്രാഹ്മിൻസിൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ കേൾക്കാറുണ്ട് ഈ മ്യൂസിക്, അതാണ് അതിലെന്തോ ചെയ്തു വെച്ചിട്ട്. ആ ചങ്ങായി എനിക്ക് ഈ പടത്തിൽ ദേഷ്യം വന്ന ആ ചങ്ങായിയാണ്. ഈ വെറുതെ വേഷം കിട്ടി ഒരു കോമാളി ആക്കി വിട്ടു ആമീർ ഖാനെ. സോ ഇറ്റ് വാസ് ദി വീക്കസ്റ്റ് മൂവി ഓഫ് ലോക്കി. ആൻഡ് ഈ വർഷം എല്ലാവരും അറിഞ്ഞ് കാർത്തിക് സുബ്രാജ് ശങ്കർ സാറ് മണിരത്നം ഇപ്പോൾ ലോക്കിയും കൂടി ഇനി ആരും പണ്ണാൻ ബാക്കിയില്ല. സോ വലിയ ഹൈപ്പിൽ വന്ന വലിയ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ മുൻ പടങ്ങൾ ചെറിയ പടങ്ങളാണ് ചെയ്തിട്ടെങ്കിലും ആൾക്കാർ കയറി പോകുമ്പോൾ ഉയരം കൂടുന്തോറും ചായയുടെ കടുപ്പും കൂടും, അതേപോലെ വീഴ്ചയുടെ ആഘാതം കൂടുമെന്ന് പറയുന്ന പോലെ തന്നെ വലിയ ആൾക്കാരാകുമ്പോൾ ഈ എവിടെ നിന്നാണ് വന്നത്, എന്തായിരുന്നു അവരുടെ മെയിൻ തീം അല്ലെങ്കിൽ മെയിൻ കോറ്, എന്തായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് മറന്നു പോകാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലത്. മറന്നുപോയാൽ ഇങ്ങനെ ഉണ്ടാകുന്നുള്ളത് ഈ പടം പഠിപ്പിച്ചു തന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഇപ്പോൾ ലോകേഷ് ഇപ്പോൾ തൊട്ടും പറഞ്ഞ ലിയോ, അതിലെല്ലാവരും കുറ്റം പറഞ്ഞത് അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷനാണ്. ബാക്കി എനിക്ക് അതടക്കം ഇഷ്ടമായി, എനിക്ക് മൊത്തത്തിൽ പടം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കുറേ പേര് പറഞ്ഞതും ലോകെ അക്സെപ്റ്റ് ചെയ്തു, അതാണ് ഫ്ലാഷ് ബാക്ക് കുറച്ചും കൂടി ഇരുന്ന് ചെയ്യണമായിരുന്നു. സോ അടുത്ത പടം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ഒരു പടി കൂടി മുകളിൽ അത് കുറച്ചും കൂടി വളരെ വ്യക്തമായിട്ട് ഇരുന്ന് എഴുതിയിട്ടായിരിക്കും ഉപരി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആരും പ്രതീക്ഷിച്ചില്ല. സോ ഇറ്റ്സ് വെരി സാഡ് ടു സേ ദിസ്, ഇറ്റ് വാസ് ദ വീക്കസ്റ്റ് മൂവി ആൻഡ് എനിക്ക് തീരെ പറ്റിയില്ല. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് കൂലി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റേ കാര്യം മറക്കരുത്, ബ്രൂട്ടോ എഫക്ട്സ് നല്ല കോഴ്സാണ്,
ഞാൻ പേഴ്സണലി എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. സോ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്താം. തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക.